ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. ദിസ് ഇസ് സിയത്ത് ഇലിഗൽ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഫോളാണ് കണ്ടത്. പ്രധാനമായിട്ടും FISന്റെ ഭാഗത്തു നിന്ന് 11,756 കോടി രൂപയുടെ സെല്ലാണ് ഉണ്ടായിട്ടുള്ളത്. DIs 8,718 കോടി രൂപക്ക് ബൈ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഈ ഒരു മോർഗൻ സ്റ്റാൻലി റീസ്ട്രക്ചറൊക്കെ കാരണം വന്ന ഫണ്ട് ഇൻഫ്ലോ ആയിട്ടുള്ള 9,000 CR ഉൾപ്പെടെ ഉള്ള സെല്ലിംഗ് ആണ് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടിട്ടുള്ളത്. റിലയൻസ് ഇൻഡസ്ട്രീസ്, HDFC ബാങ്ക്, ICICI ബാങ്ക്, M&M തുടങ്ങിയ കമ്പനീസ് നിഫ്റ്റിയുടെ ഫോളിൻ്റെ 44% കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓവർനൈറ്റ് നോക്കുകയാണെങ്കിൽ വാൾസ്ട്രീറ്റ് അവധിയാണ്. US മാർക്കറ്റ് താങ്ക്സ് ഗിവിംഗ് ഡേ കാരണം ഹോളിഡേ ആണ്. അപ്പോൾ മാർക്കറ്റ് പ്രധാനമായിട്ടും നിഫ്റ്റി നമുക്കറിയാം വീക്കിലി എക്സ്പയറീസ് എല്ലാം തന്നെ മാറ്റി. അപ്പോൾ അത് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പ്രധാനം സെൻസെക്സിൻ്റെ എക്സ്പയറി വെള്ളിയാഴ്ചയിൽ നിന്ന് ചൊവ്വാഴ്ചയിലേക്ക് മാറ്റും എന്നുള്ള ഒരു പ്രധാന തീരുമാനമാണ്. കൂടാതെ തന്നെ സ്റ്റോക്ക് ഓപ്ഷൻ കൂടുതൽ വന്നിട്ടുണ്ട്. 3 അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളാണ് FNO എനേബിൾ ആയിട്ടുള്ളത്. കൂടാതെ ഏഞ്ചൽ വൺ, CDSL, IRFC, SCVN, ഹഡ്കോ, ഈവൻ പേടിഎം ഉൾപ്പെടെയുള്ള കമ്പനീസ് എല്ലാം തന്നെ FNO ട്രേഡ് ചെയ്യാനായിട്ട് എലിജിബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നലത്തെ ഇടിവ് ഗ്യാപ്പ് ഫില്ലിങ് ആവാം, അതല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ്റെ ഊർജ്ജ പ്രതിരോധ മേഖലയിലുള്ള നടത്തിയ ആക്രമണമാവാം, അല്ലെങ്കിൽ FIS സെല്ലിങ് തന്നെയാണ്. പക്ഷേ FIS സെല്ല് ചെയ്യാനായിട്ട് എന്താണ് റീസൺ എന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് FIS 11,000 കോടി രൂപ ഒരു റീസൺ ഇല്ലാതെ സെല്ല് ചെയ്യില്ലല്ലോ. അത് സെല്ല് ചെയ്യാനായിട്ട് എന്തെങ്കിലും റീസൺ കാണും. അപ്പോൾ അത് മാർക്കറ്റ് ഫോളോ ചെയ്തതിന് ശേഷം റീസൺ കണ്ടെത്തിയാൽ ഇന്നലത്തെ നമ്മളെ നഷ്ടം അത് നികത്തില്ല എങ്കിൽ കൂടിയും അവരുടെ ആ ഒരു ബിഹേവിയർ പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എനിവേ ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ $95,000 per ounce ആണ്. തൊട്ട് താഴെ ബ്രന്റ് ഓയിൽ $77 per ബാരലാണ്. അതിനും താഴെ ഗോൾഡ് $2,637 per ഔൺസിന് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ വിക്സ് ഇന്നലെ 3.5% സ്പൈക്ക് ചെയ്ത് 15ഉം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചറും പ്ലസ് ആണ്. എന്നാൽ എല്ലാ ഏഷ്യൻ മാർക്കറ്റും നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇന്നലെ ഏറ്റവും താഴെ നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ ഡാക്സ് 163 പോയിന്റ് കൂടിയിട്ട് ഡാക്സും CAC 40, FTSE തുടങ്ങിയ യൂറോപ്യൻ മാർക്കറ്റെല്ലാം തന്നെ പോസിറ്റീവ് ആയിരുന്നാലും നമ്മളുടെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും എല്ലാം തന്നെ നെഗറ്റീവായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. കൂടാതെ തന്നെ നിഫ്റ്റിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലത്തെ നമ്മളെ ക്ലോസിങ്ങിൽ നിന്നും ഇപ്പോൾ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 24,100 എന്ന റേഞ്ചിലാണ്. അതായത് 24,000 കവർ ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിയുടെ സ്പോട്ട് 23,914 24,100 എന്ന് പറയുമ്പോൾ 100 പോയിന്റിന്റെ അപ്സൈഡ് ആയിട്ട് നിഫ്റ്റിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് റിഫ്ലക്റ്റ് ആകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പില്ല. നിഫ്റ്റി 24,000 മുകളിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് മാത്രമാണ് പറയാൻ സാധിക്കുള്ളൂ. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുകയാണെങ്കിൽ പ്രൈസ് ബാൻഡ് റിവേഴ്സ് ചെയ്തിട്ടുണ്ട്, 10% ആക്കിയിട്ടുണ്ട്. അദാനി ടോട്ടൽ ഗ്യാസ്, പേടിഎം, LIC, ജിയോ ഫിനാൻസ്, ഏഞ്ചൽ വൺ, സൊമാറ്റോ തുടങ്ങിയ കമ്പനീസിന്റെ ഈ പ്രൈസ് ബാൻഡ് റിവേഴ്സ് ചെയ്തിരിക്കുന്നത് 10%. അതായത് LC കാരണമോ UC കാരണം സ്റ്റോക്കിന് 10%-ലേറെ ഫോളോ റാലിയോ ഉണ്ടാകാൻ സാധ്യതയില്ല. റിലയൻസ് ഇൻഡസ്ട്രീസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത് US ബേസ്ഡ് ആയിട്ടുള്ള ഹീലിയം ഗ്യാസ് എക്സ്പ്ലോറേഷൻ കമ്പനി ആയിട്ടുള്ള WHA ആയിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. M&M ഇന്നലെ നിഫ്റ്റിയുടെ കനത്ത ഇടിവിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. 7,500 കോടി രൂപയുടെ പെനാൽറ്റി ഒക്കെ ഉണ്ടാകുമെന്നുള്ള ഒരു റൂമർ പരക്കുന്നുണ്ടായിരുന്നു. എന്നാൽ M&M അത് നിഷേധിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഇൻഷുറൻസ് കമ്പനീസ്, HDFC ലൈഫ്, SP ലൈഫ്, മാക്സ് ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ്. IRDA ഒരു ഏജൻസിനെ ഇൻഷുറൻസ് മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താനായിട്ട് ഏർപ്പെടുത്തി എന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. എന്നാൽ ഈ കമ്പനീസ് എല്ലാം തന്നെ അത് നിഷേധിച്ചിട്ടുണ്ട്. PC ജുവല്ലേഴ്സ് 1:10 എന്ന നിരക്കിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഫൈൻ ഓർഗാനിക് കമ്പനി ഇവരുടെ ബദലാപ്പൂരിലുള്ള മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഫയർ ആക്സിഡന്റ് ഉണ്ടായിരുന്നു, അതിനുശേഷം കമ്പനി പുനരാരംഭിച്ചു എന്നുള്ള ന്യൂസ്. SBI ലൈഫ് ഇൻഷുറൻസ് റൈറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള പരിപാടി ഇവർ റദ്ദാക്കി. ഒറീസ മൈൻ കമ്പനി ഫണ്ട് ബോർഡ് മീറ്റിംഗ് November 30 ഉണ്ട്, ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. അദാനി പവർ കമ്പനി വേൾഡ് ഗ്ലോബൽ ഇലക്ട്രിക്കൽ റാങ്കിൽ കമ്പനിക്ക്
100-ൽ 67-ാം സ്ഥാനമുണ്ടെന്നുള്ള ഒരു വലിയൊരു ന്യൂസ് ഉണ്ട്. സിന്ധു വാലി ടെക്നോളജി കമ്പനീസ് 125 കോടി രൂപയുടെ ഓർഡർ കിട്ടി. PCBL കമ്പനി ഇവരുടെ പ്ലാന്റ്, ഗുജറാത്തിലുള്ള പ്ലാന്റ് കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്മീഷൻ ചെയ്തതിന് ശേഷം കമ്പനിയുടെ ആനുവൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉയർത്താൻ പറ്റും. ഗുജറാത്തിലെ മുദ്രയിലാണ് ഇവരുടെ പുതിയ പ്ലാന്റ് ഉള്ളത്. സിന്ധു വാലി ടെക്നോളജി കമ്പനി 125 കോടി രൂപയുടെ ഓർഡർ കിട്ടി. വരാന്ത ലേണിംഗ് സൊല്യൂഷൻസ് ഇവർ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. സെയിൽ കമ്പനി ജോൺ ക്രൊക്കൽ ഗ്രൂപ്പായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. വൈകിട്ട് നമുക്ക് പോസ്റ്റ് മാർക്കറ്റായിട്ട് കാണാം. താങ്ക് യു ഓൾ.